ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടിപ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കും. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിന്റെ ക്ലോസ് ചെയ്യുന്ന ഭാഗം നമുക്ക് ആവശ്യമില്ല, അധികം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിന്റെ മുകളിലായിട്ട് ഞാൻ വൈറ്റ് കളർ നൂല് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു നൂല് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു നൂല് നമുക്ക് ഈ ഒരു ബോക്സ് ചുറ്റുമായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് മാക്രമ ത്രെഡ് ആണ്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് ഒരു 5-6 ലെയർ ആയിട്ട് താഴ്ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ നൂലൊട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഇത് ഒട്ടിച്ചെടുക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, ഭയങ്കര ലെങ്തി ആയിപ്പോവും വീഡിയോ. ഇതൊരു 5-6 ലെയറോളം ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഒരു 7 ലെയർ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി ഞാൻ ഇതുപോലൊരു ജൂട്ടിന്റെ നൂലെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടിയുള്ള നൂലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നൂല് ആ ഒരു വൈറ്റ് കളർ കട്ട് ചെയ്ത ഭാഗം തൊട്ടിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഈ ഒരു ബോക്സിന്റെ ബാക്കി ഭാഗം നമ്മൾ ഈ ഒരു ജൂട്ടിന്റെ നൂല് വെച്ചിട്ടാണ് കവർ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. നേരത്തെ നമ്മൾ വൈറ്റ് കളർ നൂല് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു നൂലും കൂടി ഒട്ടിച്ചു കൊടുക്കാം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം ഗ്യാപ്പ് ഇല്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്, എന്നാൽ മാത്രമേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ജൂട്ടിന്റെ നൂല് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജൂട്ടിന്റെ നൂല് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ നാരിങ്ങനെ പൊങ്ങിക്കിടക്കും കേട്ടോ. അപ്പൊ അത് കാണുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പൊ അത് മാറ്റാനായിട്ട് ഇതുപോലെ തീ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് കത്തിക്കരിഞ്ഞ് പെട്ടെന്ന് പോയിക്കോളൂ കേട്ടോ. അങ്ങനെ കത്തി പിടിക്കൊന്നുമില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു നാരൊന്നും ഇപ്പൊ പൊങ്ങി കിടക്കുന്നില്ല. ഇനി ഞാൻ ഇതുപോലെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു മുട്ടയുടെ ട്രേ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ എടുത്ത ആ ഒരു ബോക്സിന്റെ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 8ഓളം മുട്ട നമുക്ക് ഇതിലോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ട്രേയുടെ ഭാഗം നമുക്ക് ആ ഒരു ബോക്സിന്റെ ഉൾഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു കൊടുത്താൽ മതി. ടൈറ്റ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇതേ കണ്ടില്ലേ, താഴേക്കൊന്നും വീഴുന്നില്ല. മാക്സിമം ഇത് ഒട്ടിക്കാത്തതാണ് കേട്ടോ നല്ലത്. അതായത് ഈ ഒരു ട്രേ ബോക്സിലോട്ട് ഒട്ടിച്ചു വെക്കാത്തതാണ് നല്ലത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മുട്ടയൊക്കെ പൊട്ടിയിട്ട് ഈ ഒരു ട്രേ ചീത്തയായെങ്കിൽ പോലും നമുക്ക് വേറെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഈസി ആയിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മുട്ടകളൊക്കെ ഓരോന്നായിട്ട് അടുക്കി വെച്ചു കൊടുക്കാം. അങ്ങനെ ഇത് നമുക്ക് നമ്മുടെ കിച്ചണിന്റെ കൗണ്ടർ ടോപ്പിന്റെ മുകളിലൊക്കെ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിഡിലൻ മുട്ട ട്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതുപോലെ ഒരു ബോ ഞാൻ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ജൂട്ടിന് നൂല് വെച്ചിട്ട് തയ്യാറാക്കിയെടുത്തതാണ്. അപ്പൊ അതുകൂടി ഒട്ടിച്ചു കൊടുത്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയുള്ള മുട്ട ട്രേ ഒക്കെ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും. അത്യാവശ്യം നല്ല പൈസ തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതുപോലെ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള പഴയ കുറച്ച് ബ്രഷ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷിന്റെ ഈ ഒരു പല്ല് തേക്കുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഈ ഒരു ബ്ലാക്ക് കളർ ലേസ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചുറ്റി കവർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ 3 ബ്രഷാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 3 ബ്രഷ് നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ബ്രഷിന്റെ മുകളിലായിട്ട് ഹോട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത ബ്രഷ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഗ്ലൂ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം ഈ ഒരു 2 ബ്രഷിന്റെയും അടിഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 3ാമത് ബ്രഷ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് തൂക്കിയിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടും കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു വള എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വള ഇതിന്റെ അടിഭാഗത്തായിട്ട് വെച്ചിട്ട് ഞാൻ ആ ഒരു റിബൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം ഗമ്മ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ റിബൺ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ ടൈറ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു നൂൽക്കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു എസ് ഷേപ്പിലൊന്ന് വളച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വളച്ചെടുക്കുകയാണെങ്കിൽ ഒരു ഹൂക്കിന്റെ ഷേപ്പിലോട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് ഹൂക്കൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ നൂൽക്കമ്പി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പഴയ കമ്പി വളകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് ഹൂക്ക് ഷേപ്പിലാക്കി എടുത്താൽ മതി. ഇനി നമ്മളെടുത്ത ഓരോ ഹൂക്കും ഇതുപോലെ ബ്രഷിന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ അടുക്കളയുടെ ചുമരിലായിട്ട് തൂക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതെന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിലുള്ള ഇതുപോലുള്ള തവികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാനുള്ള, അതായത് അതൊക്കെ തൂക്കിയിട്ട് കൊടുക്കാനുള്ള നല്ലൊരു ഹോൾഡർ ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന തവികളൊക്കെ നമുക്ക് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്.
ഇതിപ്പോ എന്റെ കയ്യിൽ നൂൽക്കമ്പിയിലായിരുന്നു, പഴയതൊരു നൂൽക്കമ്പി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് 4 ഹൂക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4 തവി മാത്രം തൂക്കിയിട്ട് കൊടുത്തത്. നമ്മൾ ഹൂക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് എത്ര തവി വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് തൂക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു കാര്യം ബ്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് ആരും പറയില്ല കേട്ടോ. അത് നമ്മൾ കവർ ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ആർക്കും അത് മനസ്സിലാവേ ഇല്ല. അപ്പൊ പഴയ ബ്രഷ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങാതെ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലൂടെ എടുക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലുള്ളൊരു ക്യാൻ എടുത്തിട്ടുണ്ട്. ഇത് ഓയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ക്യാനാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ കട്ടർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കട്ടർ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ടിയുള്ള പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ കത്തി ഒന്ന് ചൂടാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഒരു കണ്ണും മൂക്കും ഒക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒരു ഔട്ട്ലൈന് പോലെ പെൻസിൽ കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബ്ലാക്ക് കളർ പെയിന്റ് വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന് മുന്നായിട്ട് ഇതുപോലെ നമ്മൾ ഔട്ട്ലൈന് മാത്രം വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാനായിട്ട് പറ്റും. ബ്ലാക്ക് കളർ പെയിന്റ് എടുത്തതിന് ശേഷം ഏറ്റവും നേരിയ ബ്രഷ് കൊണ്ട് ഇതുപോലെ ആ ഒരു ഔട്ട്ലൈനിൽ കൂടി തന്നെ വരഞ്ഞു കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ തന്നെ വരച്ചെടുക്കുകയാണ്. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, വീഡിയോ ഒത്തിരി ലെങ്ത്തും ആയി പോകട്ടോ. അപ്പോൾ ഞാൻ വേഗം വരച്ചെടുത്ത് കൊണ്ടുവരാം. അങ്ങനെ ഞാൻ വരച്ചു കൊടുത്ത ആ ഒരു ബ്ലാക്ക് കളർ പെയിന്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണ്ണിന്റെ മുകളിലായിട്ട് വൈറ്റ് കളറും പിന്നെ അതുപോലെ തന്നെ ചുണ്ടിനായിട്ട് റെഡ് കളറും കൊടുക്കാം. അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉണക്കാനായിട്ട് വെക്കാം. അങ്ങനെ ഇത് നമ്മുടെ പെയിന്റ് ഒക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ഹോൾ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് വൈറ്റ് കളർ മാക്രമേ ത്രെഡ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചരട് നമ്മൾ സൈഡിൽ ഉണ്ടാക്കിയ ഹോളിന്റെ ഉള്ളിൽ കൂടി ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കാം. ഇനി അത് അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നമുക്ക് നല്ലൊരു ഹാങ്ങിങ് പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ട് നല്ല നല്ല ചെടികളൊക്കെ നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ഓയിലിന്റെ ഒക്കെ പഴയ ക്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഗാർഡനിലൊക്കെ തൂക്കിയിട്ടാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പുറത്തു നിന്നൊന്നും പോട്ടൊന്നും വാങ്ങാതെ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമായിരിക്കും. മാത്രമല്ല നമ്മുടെ പൈസ ലാഭിക്കാം, ആവശ്യം നടക്കുകയും ചെയ്യും. അങ്ങനെ എന്റെ കയ്യിലുള്ള പോത്തോസ് ഞാൻ ഇതിലോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.